ബ്ലൂ വേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദേവസ്വം എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറുമാണ് നമ്മൾ നോക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. 1817 തിരുവിതാംകൂർ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം കേണൽ മൺറോയുടെ സഹായത്താൽ നടപ്പിലാക്കിയത് ആരായിരുന്നു? 1817 തിരുവിതാംകൂറിന്റെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം കേണൽ മൺറോയുടെ സഹായത്താൽ നടപ്പിലാക്കിയത് ആരായിരുന്നു? ഗൗരി പാർവതി ഭായ് ആയിരുന്നു. ഇന്ത്യൻ സൈന്യം ഏത് രാജ്യത്ത് അകപ്പെട്ടവരെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി? ഇന്ത്യൻ സൈന്യം ഏത് രാജ്യത്തെ അകപ്പെട്ടവരെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ കാവേരി? സുഡാൻ ആയിരുന്നു. മൗലിക കടമകൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? മൗലിക കടമകൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമായിരുന്നു മൗലിക കടമകൾ ഭരണഘടനയുടെ ഭാഗമായത്. സ്വരാജ് സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമായിരുന്നു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് അധികാരം കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആർക്കാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് എന്നിവരാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആർക്കാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ്. ആൻസർ വരുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സിൻഗാരില ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഏതു ഭാഷയിൽ സാഹിത്യത്തിന് നൽകിയ സംഭാവനയ്ക്കാണ് ദാമോദർ മൗസോവിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ഏതു ഭാഷയിൽ സാഹിത്യത്തിന് നൽകിയ സംഭാവനയ്ക്കാണ് ദാമോദർ മൗസോവിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? കൊങ്കണിയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് യൂണിറ്റിൽ പെടാത്തത് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മൗസ് ആണ് കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് യൂണിറ്റിൽ പെടാത്തത്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. തലച്ചോറിന്റെ പ്രവർത്തനം വീക്ഷിക്കുവാനുള്ള ഉപകരണം ഏതാണ്? EEG ആണ് തലച്ചോറിന്റെ പ്രവർത്തനം വീക്ഷിക്കുവാനുള്ള ഉപകരണം. ഒരു മെഗാബൈറ്റിന് തുല്യമായത് 1024 കിലോബൈറ്റ് ആണ്. ഒരു മെഗാബൈറ്റിന് തുല്യമായത് 1024 കിലോബൈറ്റ് ആണ്. മുദ്രിത എന്ന നോവൽ എഴുതിയത് ആര്? ജിസ ജോസ് ആണ് മുദ്രിത എന്ന നോവൽ എഴുതിയത്. രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്ന അംഗങ്ങളുടെ എണ്ണം. രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്ന അംഗങ്ങളുടെ എണ്ണം 12 ആണ്. രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്ന അംഗങ്ങളുടെ എണ്ണം 12 ആണ്. കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശാണ്. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? 101-ാം ഭേദഗതിയാണ്. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 101-ാം ഭേദഗതിയാണ്. ആന്റോണിയോ ഗുട്ടറസ് UN സെക്രട്ടറി ജനറൽ ആയ വർഷം. 2017 ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാത്തതാരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാത്ത 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ആൻസർ വരുന്നത് KN പണിക്കരാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാത്തത്.
2022 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് 2022 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കരാസ് ആണ് 2022 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. കാർലോസ് അൽക്കരാസ് ആണ്. പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നത് ക്യൂമുലസ് മേഘങ്ങളാണ്. ക്യൂമുലസ് മേഘങ്ങൾ എന്നാണ് പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നത്. സർക്കാർ ജീവനക്കാരന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ആണ് സർക്കാർ ജീവനക്കാരന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. പിച്ചാവരം കണ്ടൽവരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. പിച്ചാവരം കണ്ടൽവരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല എറണാകുളമാണ് കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പേര് കൽപ്പന 1 എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പേര്. ചന്ദ്രപരിവേഷ ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപണം നടന്നത്. ചന്ദ്രപരിവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപണം നടന്നത് 2008 ഒക്ടോബർ 22-നാണ്. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ബിറ്റാണ് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടക്കം കുറിച്ച അറബി മലയാള മാസിക അൽ ഇസ്ലാമാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടക്കം കുറിച്ച മലയാള മാസിക. ഉപ്പു സത്യാഗ്രഹ സ്മാരക സ്തൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉളിയംകടവാണ്. ഉപ്പു സത്യാഗ്രഹ സ്മാരക സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. നിശബ്ദ വസന്തം എന്ന ഗ്രന്ഥം രചിച്ചത് റേച്ചൽ കൾസൺ ആണ്. നിശബ്ദ വസന്തം എന്ന ഗ്രന്ഥം രചിച്ചത്. സർവേ ഭവന്തു സുഖിനഃ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് ഈ മുദ്രാവാക്യം സർവേ ഭവന്തു സുഖിനഃ എന്നുള്ളത്. 2023 മെയ് മാസം നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കൾ. 2023 മെയ് മാസം നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ശരാവതിയാണ്. ശരാവതിയുമായി ബന്ധപ്പെട്ടതാണ് ജോഗ് വെള്ളച്ചാട്ടം. കാടകലം എന്ന കുട്ടികളുടെ സിനിമ സംവിധാനം ചെയ്തത് സഗീൽ രവീന്ദ്രനാണ്. കാടകലം എന്ന കുട്ടികളുടെ സിനിമ സംവിധാനം ചെയ്തത്. ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലൻഡാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. കേരളത്തിന്റെ സംസ്ഥാന ശലഭം ബുദ്ധമയൂരിയാണ്. കേരളത്തിന്റെ സംസ്ഥാന ശലഭം എന്ന് പറയുന്നത്. കീഴരിയൂർ ബോംബ് കേസ് ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവം ക്വിറ്റ് ഇന്ത്യ സമരമാണ്. UN സെക്രട്ടറി ജനറലിന്റെ കാലാവധി 5 വർഷമാണ്. UN സെക്രട്ടറി ജനറലിന്റെ കാലാവധി. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ വർഷം 2013 ആണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയത് 2013 ആണ്. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ തുടങ്ങിയ പദ്ധതിയുടെ പേര്?
ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ തുടങ്ങിയ പദ്ധതിയുടെ പേര് വിമുക്തി എന്നാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. സമത്വ സമാജം സ്ഥാപിച്ചതാര്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്ര? 21%. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? 21%. ലോക ജനസംഖ്യാ ദിനമെന്ന്? ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമെന്ന് ജൂലൈ 11. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? പ്രതിഭ പാട്ടീലാണ്. 1941 കയ്യൂർ സമരം നടന്ന ജില്ല ഏത്? 1941 കയ്യൂർ സമരം നടന്ന ജില്ല ഏത്? കാസർഗോഡാണ്. 1941 കയ്യൂർ സമരം നടന്ന ജില്ല. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദന്റെയാണ്. ആരുടെ ജന്മദിനമായാണ് യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദന്റെയാണ്. ജൈനമതത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഇന്ത്യൻ ഭരണാധികാരി? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ജൈനമതത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഇന്ത്യൻ ഭരണാധികാരി. ജാതിനാശിനി സഭ രൂപീകരിച്ചതാര്? അനന്തതീർത്ഥനാണ്. ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട്? 3 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. 3 പ്രാവശ്യമാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം നടപ്പിലാക്കിയത്. 3 പ്രാവശ്യമാണ്. ചൈനയിലെ ഏത് പ്രദേശത്ത് നിന്നാണ് കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത്? വുഹാനിൽ നിന്നാണ് കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത്. ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം? ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരാണ്? സുനിൽ ഗവാസ്കർ ആണ് ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത്? എന്നാണ്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. തിരുവനന്തപുരം VJT ഹാളിന് നൽകിയിരുന്ന പുതിയ പേരെന്താണ്? അയ്യങ്കാളി ഹാളെന്നാണ് തിരുവനന്തപുരം VJT ഹാളിന് നൽകിയിരുന്ന പുതിയ പേര്. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അക്കിത്തമാണ്. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അക്കിത്തമാണ്. ചന്ദ്രയാൻ 2വുമായി സഹകരിച്ച വിദേശ രാജ്യം റഷ്യയാണ്. കേരളം മണ്ണും മനുഷ്യനും എന്ന നോവൽ എഴുതിയത് ഡോക്ടർ TM തോമസ് ഐസക്കാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ്? സൊറൻസിംഗ് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ്. അന്തർദേശീയ ബുക്കർ സമ്മാനം നേടിയ എഴുത്തുകാരി ആരാണ്? ഗീതാഞ്ജലി പാണ്ഡെയാണ് അന്തർദേശീയ ബുക്കർ സമ്മാനം നേടിയ എഴുത്തുകാരി. ഗാന്ധിജിയുടെ നൈതിലീം ആശയപ്രചരണത്തിനായും അതിനെ അടിസ്ഥാനമാക്കിയും സ്ഥാപിച്ച ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം? ഏതാണ്? ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സണ്ണി തോമസ് ഇന്ത്യൻ കായിക രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളിയാണ്. അവരുടെ മേഖല? അവരുടെ മേഖല ഷൂട്ടിംഗ് കോച്ചാണ്.
സുമംഗല എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ട പ്രശസ്ത മലയാള സാഹിത്യ വ്യക്തിത്വം ആരാണ്? സുമംഗല എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ട പ്രശസ്ത മലയാള സാഹിത്യ വ്യക്തിത്വം ആരാണ്? ലീല നമ്പൂതിരിപ്പാടാണ്. ലീല നമ്പൂതിരിപ്പാടാണ് സുമംഗല എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ട പ്രശസ്ത മലയാള സാഹിത്യ വ്യക്തിത്വം. വെങ്കിട്ടരാമൻ രാമകൃഷ്ണന് ഏതു മേഖലയിലെ പ്രവർത്തനത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? വെങ്കിട്ടരാമൻ രാമകൃഷ്ണന് ഏതു മേഖലയിലെ പ്രവർത്തനത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? രസതന്ത്രമാണ്. രസതന്ത്രത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിരുന്നു? സുകുമാർ സെൻ ആണ്. സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാതൃജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാതൃജ്യോതി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നത്? മാതൃജ്യോതി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നത്? അംഗവൈകല്യമുള്ള അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകും. അംഗവൈകല്യമുള്ള അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകലാണ് മാതൃജ്യോതി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നത്? അംഗവൈകല്യമുള്ള അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകലാണ്. റിയോ ഉച്ചകോടി നടന്ന വർഷം? റിയോ ഉച്ചകോടി നടന്ന വർഷം 1992ആണ്. റിയോ ഉച്ചകോടി നടന്ന വർഷം 1992ആണ്. പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം? പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഐറ്റം നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന വകുപ്പേത്? ഐറ്റം നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17ആണ്. ആർട്ടിക്കിൾ 17ആണ്. മേയനാമത്തിന് ഉദാഹരണം? മേയനാമത്തിന് ഉദാഹരണം ആകാശമാണ്. മേയനാമത്തിന് ഉദാഹരണം ആകാശമാണ്. പക്ഷി എന്ന പദത്തിന്റെ സമാന പദം ഖഗം ആണ്. പക്ഷി എന്ന പദത്തിന്റെ സമാന പദം ഖഗം ആണ്. DPT വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കുന്നു? DPT വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കുന്നു? വില്ലൻ ചുമ. വില്ലൻ ചുമയെ പ്രതിരോധിക്കുന്ന വാക്സിനാണ് DPT വാക്സിൻ. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം? വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം വിദൂഷിയാണ്. വിദൂഷിയാണ്. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം വിദൂഷിയാണ്. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം വിദൂഷിയാണ്. കുചേലൻ എന്ന പദത്തിന്റെ വിപരീത പദം? കുചേലൻ എന്ന പദത്തിന്റെ വിപരീത പദം കുബേരനാണ്. കുചേലൻ എന്ന പദത്തിന്റെ വിപരീത പദം കുബേരനാണ്. നാഗം എന്ന പദത്തിന്റെ അർത്ഥം? നാഗം എന്ന പദത്തിന്റെ അർത്ഥം സ്വർഗം എന്നാണ്. നാഗം എന്ന പദത്തിന്റെ അർത്ഥം സ്വർഗം എന്നാണ്. വിക്ഷേപിണി ചിഹ്നം ഏതാണ്? വിക്ഷേപിണി ചിഹ്നം ഏതാണ്? ഇത് ആശ്ചര്യ ചിഹ്നമാണ്. ഒരു വരയിട്ട് താഴെക്കുത്ത് വരുന്നതാണ്. ഒരു ആശ്ചര്യത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ഈ വിക്ഷേപിണി ചിഹ്നം എന്ന് പറയുന്നത്. മാസിന്റെ യൂണിറ്റായ കിലോഗ്രാമിന്റെ പ്രതീകം? മാസിന്റെ യൂണിറ്റായ കിലോഗ്രാമിന്റെ പ്രതീകം kg ആണ്. kg ആണ് മാസിന്റെ യൂണിറ്റായ കിലോഗ്രാമിന്റെ പ്രതീകം. kg ആണ്. ഒരു ലോഹ മൂലകത്തിന്റെ സാന്നിധ്യമുള്ള പദാർത്ഥം? ഒരു ലോഹ മൂലകത്തിന്റെ സാന്നിധ്യമുള്ള പദാർത്ഥം കറിയുപ്പാണ്. കറിയുപ്പാണ് ഒരു ലോഹ മൂലകത്തിന്റെ സാന്നിധ്യമുള്ള പദാർത്ഥം. ഇമെയിൽ ഐഡിയുടെ രണ്ട് ഭാഗങ്ങൾ? ഇമെയിൽ ഐഡിയുടെ രണ്ട് ഭാഗങ്ങൾ യൂസർ നാമവും ഡൊമെയിൻ നാമവുമാണ്. യൂസർ നാമവും ഡൊമെയിൻ നാമവുമാണ്. ഇന്ത്യയിൽ വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടിലാണ്? ഇന്ത്യയിൽ വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടതയിലാണ്? 11 kV-യിലാണ്. 11 kV-യിലാണ്. ന്യൂട്ടൺ ആവിഷ്കരിച്ച ഏത് നിയമമാണ് ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട്? ന്യൂട്ടൺ ആവിഷ്കരിച്ച ഏത് നിയമമാണ് ഏതൊരു പ്രവർത്തനത്തിന് സമവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട് എന്ന് പറയുന്നത്? ന്യൂട്ടൺ ആവിഷ്കരിച്ച ഏത് നിയമമാണ് ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട് എന്ന് പറയുന്നത്? മൂന്നാം ചലന നിയമമാണ്. മൂന്നാം ചലന നിയമമാണ്. 1891 മലയാളി മെമ്മോറിയൽ ആകെ എത്ര പേർ ഒപ്പിട്ടിരുന്നു? 1891 മലയാളി മെമ്മോറിയലിൽ ആകെ എത്ര പേർ ഒപ്പിട്ടിരുന്നു? 10,028 പേരാണ്. 10,028 പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടിരുന്നത്. 2 തവണ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത്? 2 തവണ
കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഡി ശ്രീദേവിയാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ശരിയായി വിഗ്രഹിക്കുക. മരക്കൊമ്പ് എങ്ങനെ? മരത്തിന്റെ കൊമ്പ് എന്നാണ്. ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേര്. ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേര് ദിനാന്തരീക്ഷ സ്ഥിതി എന്നാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? രാസബാരോമീറ്റർ ആണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് രസബാരോമീറ്റർ എന്ന് പറയുന്നത്. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ പ്രക്ഷോഭം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ പ്രക്ഷോഭം നിസ്സഹകരണ സമരമായിരുന്നു. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കുന്നുകൾ പോലെയുള്ള മേഘങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? കുന്നുകൾ പോലുള്ള മേഘങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നിംബസ് മേഘങ്ങൾ എന്നാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ്? ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏത്? പശ്ചിമവാതങ്ങളാണ്. 2018 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. എം മുകുന്ദനാണ്. 2018 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അങ്ങനെയെങ്കിൽ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. അപ്പൊ 2018 അപ്പൊ ചോദിച്ച ചോദ്യമാണ് എം മുകുന്ദൻ. അതിന്റെ ആൻസർ ആണ് എം മുകുന്ദൻ എന്ന് പറയുന്നത്. ഇനി 2024 ആണ് ചോദിക്കുന്നതെങ്കിൽ NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. അചഞ്ചലം എന്ന പദത്തിന്റെ വിപരീത പദം. എന്താണ്? ചഞ്ചലമാണ്. അചഞ്ചലം എന്ന പദത്തിന്റെ വിപരീത പദം. കളേബരം എന്ന പദത്തിന് സമാനമായ പദം. എന്ന് പറയുന്നത് ശരീരമാണ് കളേബരം എന്ന പദത്തിന് സമാനമായ പദം. അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം. അഭിനേത്രിയാണ്. അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം. സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാര ഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം. കുമാര ഗുരുദേവന് നൽകിയ പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. കുക്കുടുക്രോഡം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ തുറമുഖ പട്ടണം ഏത്? കുക്കുടക്രോഡം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ തുറമുഖ പട്ടണം ഏതാണ്? കോഴിക്കോടാണ്. കുക്കുടക്രോഡം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ തുറമുഖ പട്ടണം. ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമാകുന്ന ലവണം ഏത്? കാൽസ്യം ക്ലോറൈഡ് ആണ് ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമാകുന്ന ലവണം. അപ്പം ഇത്രയാണ് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മലയാളം, അതുപോലെ തന്നെ മലയാളത്തിലെ ചില ക്വസ്റ്റ്യനുകളും, അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എല്ലാ തരം ക്വസ്റ്റ്യങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത ആവർത്തന ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് നോക്കുക, പഠിക്കുക. ഇത്രയൊക്കെ. താങ്ക് യു.